ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. നിലമ്പൂരിൽ സ്വതന്ത്രനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിക്കുന്നു. പാർട്ടി സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വേണ്ട എന്നാണ് പൊതുവെയുള്ള ധാരണ. തിരുവനന്തപുരത്തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അന്തിമ തീരുമാനമെടുക്കും. 24 ബിഗ് ബ്രേക്കിംഗുമായി ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ദീപക്, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പാർട്ടി ഏതാണ്ട് ആ ഒരു തീരുമാനത്തെത്തി കഴിഞ്ഞു. SKN പാർട്ടി സ്ഥാനാർത്ഥി വേണ്ട, നിലമ്പൂരിൽ പാർട്ടിയുടെ സ്വതന്ത്രൻ മത്സരിക്കട്ടെ, അതായത് ഇടത് സ്വതന്ത്രനായിരിക്കും CPIM-ന്റെ സ്ഥാനാർത്ഥിയായി അവിടെ നിശ്ചയിക്കുന്നത്. പാർട്ടി സെക്രട്ടേറിയറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഈ കാര്യത്തിൽ ഒരു തീരുമാനം. കാരണം ഇന്ന് സെക്രട്ടേറിയറ്റിലെ പ്രധാന അജണ്ട നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ്. പിന്നെ മറ്റു ചില വിഷയങ്ങൾ വെച്ചിട്ടുണ്ട്. SFIയുടെ അഖിലേന്ത്യാ സമ്മേളനം കേരളത്തിൽ നടക്കുന്ന ഉൾപ്പെടെയുള്ള കുറച്ച് പ്രധാന വിഷയങ്ങളും ചില ഭരണ വിഷയങ്ങളും മാത്രമാണ് അജണ്ടയിലുള്ളതെന്നാണ് അറിയാൻ സാധിച്ചത്. ഏതായാലും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ പ്രധാന അജണ്ട നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ്. അതിൽ ആദ്യത്തേത് സ്ഥാനാർത്ഥി നിർണയമാണ്. 12 മണിക്ക് നിലമ്പൂർ CPIM മണ്ഡലം കമ്മിറ്റി വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതിൽ ആക്ടിംഗ് ജില്ലാ സെക്രട്ടറി ജയൻ, അവിടുത്തെ ജില്ലാ സെക്രട്ടറി അനിൽ മാഷ് അസുഖവുമായി അവധിയിലാണ്. ഇപ്പോൾ ചാർജ് നൽകിയിരിക്കുന്നത് ജയനാണ്, എടപ്പയിൽ ജയനാണ് ചാർജ്. അദ്ദേഹം ആ മണ്ഡലം കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥി ആരെന്ന് റിപ്പോർട്ട് ചെയ്യും. നമുക്ക് ലഭ്യമായ വിവരം 3 സ്വതന്ത്രരുടെ പേരാണ് അവസാന പട്ടികയായി. ഈ A വിജയരാഘവനും അതുപോലെ M സ്വരാജും 2 പേരാണ് മണ്ഡലം ചുമതലക്കാർ. ഇവർ സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുക. അതിലൊരു തീരുമാനത്തിലേക്ക് എത്തും. എന്തായാലും പാർട്ടി ചിഹ്നത്തിലായിരിക്കില്ല നിലമ്പൂരിൽ മത്സരിക്കുക, പാർട്ടിയുടെ സ്വതന്ത്രനെയായിരിക്കും. നേരത്തെയും സ്വതന്ത്രന്മാരെ പലകുറി പരീക്ഷിച്ചിട്ടുണ്ട്. അവിടെ അതിനു മുൻപ് പാർട്ടി സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ മത്സരിച്ചത് മുൻ സ്പീക്കർ കൂടിയായിരുന്ന ശ്രീരാമകൃഷ്ണനായിരുന്നു. അന്ന് തോൽവിയായിരുന്നു. ആര്യാടൻ മുഹമ്മദാണ് അന്ന് ജയിച്ചത്. അതുകൊണ്ട് തന്നെ പാർട്ടി സ്വതന്ത്രനാണ് അവിടെ വിജയസാധ്യതയെന്ന് പാർട്ടി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിലമ്പൂരിൽ CPIM സ്വതന്ത്രനെയാണ് മത്സരിപ്പിക്കുക. ഇന്നത്തെ സെക്രട്ടേറിയറ്റിൽ തീരുമാനമുണ്ടാകും. SKN. ഓക്കെ, താങ്ക് യു ദീപക് തർമ്മണം. ആ തീരുമാനം വരും എന്നാണ് ദീപക് റിപ്പോർട്ട് ചെയ്യുന്നത്. പാർട്ടി LDF സ്വതന്ത്രൻ നിലമ്പൂരിൽ മത്സരിക്കും എന്നാണ്.